ഹലോ ഫ്രണ്ട്സ്, ബിസിആർ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. ഒരു ആസ്പത്രി കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസമുണ്ട്. ഇത് വിദ്യാർത്ഥി കർഷകൻ തന്നെ നമുക്ക് ഇട്ടുതന്ന ഒരു വീഡിയോയാണ്. അപ്പം ഈ പൂന്തോട്ടം മട്ടുപ്പാവിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഒരു 50 ഗ്രോ ബാഗിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി കർഷകൻ ചെയ്ത ഒരു പൂന്തോട്ടമാണ് ഇത്. മാർക്കറ്റിങ്ങിനും വീട്ടാവശ്യത്തിനും വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. ഇത് +2 കഴിഞ്ഞിട്ട് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥിയാണ്. ഹലോ, എൻ്റെ പേര് ആദർശ് എന്നാണ്. ഞാനിപ്പോൾ +2 കഴിഞ്ഞ് നീറ്റ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ ബ്രില്യൻ സ്റ്റഡീസിൻ്റെ പാലയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ റിപ്പീറ്റ് വെച്ചിട്ടാണ് നീറ്റിൻ്റെ. അപ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെടുന്നത് എൻ്റെ ടെറസിലെ ഓണത്തിലേക്കുള്ള ഗ്രോ ബാഗിലെ ചെണ്ടുമല്ലി കൃഷിയാണ്. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം പറയുന്നത് മണ്ണൊരുക്കമാണ് മുന്നൊരുക്കം. അപ്പോൾ നമ്മളിവിടുത്തെ മണ്ണ് pH കറക്റ്റാക്കാൻ വേണ്ടി മണ്ണ് നമ്മൾ കുമ്മായി ട്രീറ്റ് ചെയ്ത് 7 ദിവസം ഇട്ട ശേഷമാണ് നമ്മൾ വളങ്ങൾ നിറച്ച് നടുന്നത്. നമ്മളിവിടെ വളങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നിറച്ച് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് വയ്ക്കുന്നതിന് ശേഷം നമ്മൾ തൈകൾ എടുക്കുന്നത് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ ഹൈബ്രിഡ് തൈകളാണ്. ഇതിൻ്റെ സീഡ്സ് നമ്മൾ ഓൺലൈൻ വഴി തൃശ്ശൂരിൽ നിന്ന് വരുത്തി ഇവിടെ സീഡ് ട്രേകൾ പാകി തൈകളാക്കിയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. നമ്മൾ ഈ വർഷം 5000 തൈകൾ ഉൽപ്പാദിപ്പിച്ചായിരുന്നു. നമ്മൾ രാജ്ഭവനിൽ പിന്നെ കേരളത്തിലെ പല ജനങ്ങൾക്ക് നമ്മൾ വിതരണം ചെയ്തു. അതിൻ്റെ ബാക്കി തൈകളാണ് നമ്മൾ കുറേ അവിടെ നമ്മൾ കൊടുത്തിരുന്നു. തൈകൾ കുറേ നമ്മൾ വിറ്റായിരുന്നു. അതിൻ്റെ ബാക്കി തൈകളാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ എന്ന രീതിയിൽ നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗ് ഒരു തൈ നട്ടാൽ മാക്സിമം ഈൽഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തൈ നട്ട് ഇത് കൃത്യം 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളം നുള്ളി കൊടുക്കണം. പ്രൂണിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ മുകളം നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലാറ്ററൽ മാക്സിമം ബ്രാഞ്ചസ് വരും. അപ്പോൾ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടാനും സാധിക്കും. നമ്മൾ മുകളം നുള്ളി കൊടുത്തില്ലെങ്കിൽ ഒരു ചെടിയിൽ ഒരു പൂവെന്ന് കണക്കായി പോവും, നമുക്ക് പൂക്കളൊന്നും കിട്ടത്തില്ല. നമ്മൾ മുകളം നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നമുക്ക് അപ്പോൾ കുറേ ബ്രാഞ്ചസ് വരും. അപ്പോൾ മാക്സിമം പൂ നമുക്ക് ഒരു ചെടി തന്നെ കിട്ടും. ഇതും കാണാൻ സാധിക്കും. ഇത് ഒരു ചെടിയാണ്. ഒരു ചെടി എത്ര പൂക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യം പ്രൂണിങ് കൃത്യമായി കഴിഞ്ഞാൽ മണ്ട നുള്ളുന്ന കൃത്യമായി കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരു മാസം ഇടവേളയിൽ നമ്മൾ NPK 19 ഒരു 5 ഗ്രാം to 10 ഗ്രാം 1 ലിറ്റർ ഓഫ് വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം നമുക്ക് പൂക്കളുടെ ഇത് ഈൽഡ് കൂട്ടാൻ പറ്റും. മാക്സിമം പൂക്കളും കിട്ടും, നമുക്ക് മാക്സിമം വലിപ്പവും കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ രീതികളെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ പറയുന്ന രീതി എന്ന് വെച്ചാൽ ഇത് ഒരു പൂ ഏകദേശം ശരാശരി ഒരു ഏറ്റവും ചെറിയ പൂ 20 ഗ്രാം വെയിറ്റ് വരും. ഒരു വലിയ പൂവാണെങ്കിൽ ഏകദേശം ഒരു 30 ഗ്രാമോളം വെയിറ്റ് വരും. എങ്ങനെ പോയാലും ഒരു 50 to 60 പൂക്കൾ 1 കിലോയ്ക്ക് മതിയാവും. അപ്പം ഇതാണ് ഈ വെറൈറ്റി പൂവിൻ്റെ പ്രത്യേകതകൾ. അപ്പം ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ രീതിയിലാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പം കൃഷി ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇത് കൂടുതൽ വ്യാപ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം കാണാൻ സാധിക്കും എൻ്റെ പുറക്കെയുള്ളതെല്ലാം ചെണ്ടുമല്ലി പൂക്കളാണ്. അതിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞയുടെ വലിപ്പമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഇപ്പം ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല, ഇപ്പം നമുക്ക് എക്സോട്ടിക് ഫ്രൂട്ട് കൃഷിയുണ്ട്, വെജിറ്റബിൾ കൃഷിയുണ്ട്, പിന്നെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കൃഷിയുണ്ട് നമുക്ക്, പിന്നെ ഇഞ്ചി കൃഷിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ഇത് മാത്രമാണ് ഞാൻ ഇപ്പം പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇനി നമ്മൾ കൃഷി കൂടുതൽ വ്യാപ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഞാൻ പരിചയപ്പെടുന്നത് വെച്ചാൽ ഞാൻ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ഇടയ്ക്കുള്ള ചെറിയ സമയം കൊണ്ടാണ്. എനിക്ക് കൃഷി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചെറിയ സമയം പോലും ഞാൻ കൃഷിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ചെണ്ടുമല്ലി കൃഷി പറയാനുള്ളത്. പിന്നെ ഇതിന് അധികം കീടബാധകളൊന്നും കാണാറില്ല. പിന്നെ ഇടയ്ക്ക് കാണുന്നത് ഒരു പുഴുവിൻ്റെ ശല്യമാണ്. ഇല തിന്നുന്ന പുഴുവിൻ്റെ ശല്യമുണ്ട്. അപ്പം ഇത് അധികം ഇവിടെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടി മാക്സിമം മാറ്റി വയ്ക്കാൻ നോക്കുക. മാക്സിമം ചെടി പുഴുത് കളയാനോ മാറ്റി വയ്ക്കാനോ ശ്രമിക്കുക. അങ്ങനെ ആ രോഗം പടരുന്ന നമുക്ക് തടയാൻ സാധിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. നന്ദി.